നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ആലപ്പുഴ നഗരസഭ തുമ്പോളി വാർഡിൽ പൊള്ളയിൽ വീട്ടിൽ ശ്രീ ടിറ്റിയുടെ മകൻ ആഷിഖ് ടിറ്റി. 14 വയസ്സു മാത്രം പ്രായമുള്ള ഈ ബാലൻ വളരെ വിഷമകരമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയാണ്. ഞാൻ ഫാദർ സാംസൺ ആഞ്ഞിലിപ്പറമ്പിൽ, ആലപ്പുഴ രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ആഷിഖ് ടിറ്റി ഇവിടുത്തെ ആലപ്പുഴ രൂപതയിലെ തുമ്പോളി സെയിൻറ്റ് തോമസ് ഇടവകയിലെ അംഗമാണ്. ടിറ്റിയുടെ 2 മക്കളിലെ ഇളയാളാണ്. 13 വയസ്സോളമായി. വ്യത്യസ്തമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് കുട്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അത് എനിക്കൊന്നും എല്ലാ ഓർഗണും തന്നെ ഡിഫക്റ്റഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടുത്തെ ഇടവക വികാരിയച്ഛനും അതുപോലെ തന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും ഒക്കെ ചേർന്ന് ഓപ്പറേഷൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഒത്തിരി നാളായി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. കുടുംബനാഥനാണെങ്കിൽ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി എന്ന രീതിയിലേക്കാണ്. അതുകൊണ്ട് വീടും കുടുംബവും സാമ്പത്തികമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവൻ്റെ കിഡ്നിക്ക് അസുഖമാണ്, അതുപോലെ തന്നെ നട്ടെല്ലിന് പ്രശ്നങ്ങളാണ്, പിന്നെ മലദ്വാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും അതിൻ്റെ തന്നെ ഒരു പൊസിഷൻ തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് അമൃത ഹോസ്പിറ്റലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു വലിയൊരു ഭാരിച്ചൊരു തുക ഈ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നല്ലവരായ എല്ലാവരും ഇതിൻ്റെ സഹായമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ ഇത് കണ്ട ഈ ഒരു കുടുംബത്തെയും ഈ കുഞ്ഞിനെയും അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥനയാണ്. ജന്മനാ തന്നെ പല വിധത്തിലുള്ള വൈകല്യങ്ങളോടുകൂടിയാണ് ഇവൻ പിറന്നത്. പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കുന്നത് ഓപ്പറേഷന് ശേഷം മാത്രമാണ്. അതുതന്നെ സൈഡ് ഭാഗം തുളച്ചുവെച്ച ഒരു ബാഗിന്റെ സഹായത്താൽ. എൻ്റെ പേര് ടിറ്റി എന്നാണ്. എൻ്റെ മകൻ ആഷിഖ് 12 വർഷമായിട്ട് ക്ഷീണത്തിലാണ്. ജനിച്ചപ്പോൾ മുതൽ ജന്മനായുള്ള ക്ഷീണമാണ്. മലദ്വാരമില്ല, കാലുകൊണ്ട് നടക്കാനൊന്നും വയ്യ. ആളുടെ 3-4 ഓപ്പറേഷൻ വേണം ഉടനെ. ഞങ്ങളുടെ സാമ്പത്തികമൊന്നുമില്ല. ഞങ്ങൾ ഈ അസുഖം വന്നതിൽ പിന്നെ സർക്കാർ ആശുപത്രിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ചികിത്സിക്കാൻ ഞങ്ങളുടെ സാമ്പത്തികം ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോരുത്തരോടും പിരിവുകൾ നടത്തി കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് ഇയാളെ ഇപ്പോൾ അവിടെ കാണിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 2 ഡോക്ടർമാർ നോക്കി ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. 1 ലക്ഷം രൂപകൾ ആകുമെന്നാണ് അവർ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്ത് റെഡിയാക്കാമെന്ന് അവർ പറയുന്നുണ്ട്. 3-4 ഓപ്പറേഷൻ ഉണ്ട്, 4 ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത് മാറ്റാനേ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനിപ്പോൾ കൊണ്ടുപോകാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ യൂത്ത് ന്യൂസ് ചാനലിനോട് ഇത് അപേക്ഷിക്കുന്നത്. ഇവർ തുമ്പോളി സെന്റ് തോമസ് ചർച്ചിലെ ഇടവകാംഗങ്ങളാണ്. പള്ളിയോട് ചേർന്നുള്ള സ്കൂളിലാണ് ആഷിഖ് പഠിക്കുന്നത്. പക്ഷേ സ്കൂളിൽ പോകുവാൻ സാധിച്ചിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രം. സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് പഠനം തുടരുവാൻ കഴിയുന്നു എന്ന് മാത്രം. വാക്കറിന്റെ സഹായത്തോടുകൂടി ചലിക്കുവാൻ സാധിക്കുമെങ്കിലും കൂടെ കൂടെ വരുന്ന ശക്തമായ ശരീരം വേദന
സ്ഥിരമായി നടക്കുന്നതിന് തടസ്സമാകുന്നു. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ സെയിന്റ് തോമസ് എച്ച് തുമ്പോളിയിലെ ഹെഡ് മിസ്ട്രസ് ആണ്. എൻ്റെ സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് ആഷിക് ടിറ്റി. അവന് ജന്മനാ തന്നെ ഒത്തിരി ശാരീരികമായ പ്രോബ്ലങ്ങളുള്ള കുട്ടിയാണ്. ഈ അധ്യയന വർഷത്തിൽ ഒരു 3-4 ദിവസങ്ങളിൽ മാത്രമാണ് അവന് സ്കൂളിൽ ഹാജരാകാൻ പറ്റിയിട്ടുള്ളത്. അവൻ വീൽ ചെയറിലാണ് സ്കൂളിൽ എത്തുന്നത്. നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവനിപ്പോൾ ഒരു ഓപ്പറേഷന് വിധേയനാകാൻ പോവുകയാണ്. വളരെ സാമ്പത്തിക ചെലവുള്ള ഒരു ഓപ്പറേഷനാണ്. അവൻ്റെ കുടുംബത്തിന് ഒത്തിരി പ്രാരാബ്ധമുള്ളതാണ്. അവൻ്റെ അപ്പനും ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് അവരെ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ല ചിലവും സമയവും എടുത്തു ചെയ്യേണ്ട ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളിയായ ടിറ്റി ഇതിനുള്ള പണം കണ്ടെത്തുവാൻ നെട്ടോട്ടം ഓടുകയാണ്. ഗുഡ്നസ് ടിവിയെ സമീപിച്ചതും അതിന്റെ ഭാഗമായി തന്നെയാണ്. കൂട്ടുകാരോടൊപ്പം തുള്ളിച്ചാടി നടക്കേണ്ട ഈ പ്രായത്തിൽ അതിനൊന്നും കഴിയാതെ സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാവാതെ വിഷമിക്കുന്ന ഈ ബാലനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളം തകരുന്നത് സ്വാഭാവികം. തുമ്പോളി സെന്റ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തന്നെ അയാൾക്ക് പറ്റുന്നില്ല. അയാളിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് പോകാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുന്നു. പോവുക വരിക, പിന്നെയും ഇയാൾക്ക് മൂത്രത്തിൽ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പോയിട്ട് തിരിച്ചു പോരാറുണ്ട്. പഠിത്തം തന്നെ ക്ലിയർ ആയിട്ട് പോകുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പഠിക്കുന്ന ആളാണ്. പക്ഷെ പോകാനൊക്കെ പറ്റാത്ത കാരണം ഞങ്ങൾ തിരിച്ച് പിന്നെയും ഈ ഓപ്പറേഷൻ ചെയ്ത് എങ്ങനെയെങ്കിലും റെഡിയാക്കിയിട്ട് ആളൊന്നും കൊണ്ടിരുത്തണമെന്നുള്ളൊരു ഇതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം ദുസ്സഹമാക്കിയ ഈ ദുരവസ്ഥ ആ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു കഠിന നൊമ്പരമാണ്. ഈ സർജറിയിലൂടെ ആഷിക്കിന്റെ പ്രയാസങ്ങൾ കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടും എന്ന ഒരു ആശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഇവർ ഈ ഓപ്പറേഷൻ നടത്തുവാനായി ഇപ്പോൾ പരിശ്രമിക്കുന്നത്. ഇയാൾക്ക് നിലവിൽ ചെയ്തിരിക്കുന്നത് നട്ടലിൻ്റെ ഓപ്പറേഷനാണ്. സുഷ്മനാടി നരമ്പിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ഇയാളുടെ അപകട സ്റ്റേജിൽ നിന്ന് നിർത്തിയിരിക്കുകയാണ്. അടുത്ത മലദോരത്തിൻ്റെ ഓപ്പറേഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കൊളസ്ട്രോയും ചെയ്യണം. അത് വലുതാക്കി കൊടുക്കാനാണ് ഡോക്ടർമാർ പറയുന്നത്. പിന്നെ ഇയാൾക്ക് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ഒരു മൂത്രം ഒഴിക്കണ ഒരു നരമ്പിന് മസിൽ കിട്ടുന്നില്ല. ആ ഇതുകൂടെ ചെയ്താൽ റെഡിയാകത്തുള്ളൂ. 2-3 തവണയായിട്ട് ഇത് ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അല്ലെങ്കിൽ അയാളിന് പിന്നെയും ഒരേ കിഡ്നി ഉള്ളത് അതും കംപ്ലൈൻ്റ് ആകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിനും പണം തന്നെയാണല്ലോ പ്രശ്നം. ഇവരുടെ ഈ പരിശ്രമത്തിൽ നമ്മൾക്കും പങ്കുചേരാം. ഗുഡ്നസ് ടിവിയെ ഇവർ സമീപിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ സാമ്പത്തിക സഹായത്തിനുപരിയായി പ്രാർത്ഥനാ സഹായം തേടിക്കൊണ്ടാണ്. ജീവിതത്തിൽ തളരാതെ മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്ന ഈ 14കാരൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുഭവപൂർണമായ സഹകരണത്തോടെ പ്രാർത്ഥനാപൂർവമായ പ്രവൃത്തികളിലൂടെ ഒരു ഉത്തേജനമാകുവാൻ നമുക്ക് കഴിയട്ടെ. ഞങ്ങളുടെ ഏക മകനാണ്. ഇയാളുടെ പോക്കും ഇത് നടത്താത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ കാണും ഞങ്ങൾ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെയാണ്, ബുദ്ധിമുട്ട്.
തൻ്റെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ വേണ്ടി ആഷിക്കിനൊപ്പം സഹകരിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന കൂട്ടുകാരോടും അധ്യാപകരോടുമൊപ്പം നമുക്കും കൈകോർക്കാം. ആ സ്നേഹത്തലോടലിൽ വേദനകൾ മറന്ന് സന്തോഷത്തോടെ നല്ലൊരു ഭാവിയിലേക്ക് അവൻ നടന്നു നീങ്ങട്ടെ. ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ബിജു TC എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നീമയാണ്. ഇവർ വല്ലക്കുന്ന് സ്വദേശികളാണ്. അവർക്ക് മക്കളില്ല. ബിജു ഒരു ഓട്ടോ റിക്ഷ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ രോഗം ബാധിച്ചത്. 6 വർഷമായിട്ട് അദ്ദേഹം പുത്തൂർ ഉള്ള ഹോസ്പിറ്റലിൽ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിജുവിൻ്റെ ആ വരുമാനം മാത്രമായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നു. അദ്ദേഹം രോഗബാധിതനായതോടുകൂടി ആ വരുമാനം നിന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായും ഡയാലിസിസിനുമൊക്കെ ആയിട്ട് മറ്റു പലരുടെയും സഹായങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടാണ് അവർക്ക് ഇത്രയും നാളും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV ഇവരെക്കുറിച്ച് അറിയാനിടയാവുകയും അവരുടെ അവസ്ഥ, രോഗവിവരങ്ങൾ ഗുഡ്നസ് TVയിലൂടെ അവരുടെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് സമാഹരിച്ച ചികിത്സാ സഹായ നിധി ഇപ്പോൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ബിജുവിൻ്റെ രോഗ അവസ്ഥയെ കേട്ടറിഞ്ഞപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് കൈയഴിഞ്ഞ് സഹായിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1,70,000 രൂപ പിരിഞ്ഞു കിട്ടുകയും അത് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ നീമയെ ഞാനിപ്പോൾ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ ഗുഡ്നസ് TVയോട് സഹകരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള തുകകൾ സമാഹരിക്കുന്നതിനും നിർധനരായ രോഗികൾക്ക് കൈമാറുന്നതിനും സാധിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഈ പരിപാടിയോട് സഹകരിക്കുന്നതിന് കൊണ്ടാണ് ഇതിന് ഞങ്ങൾക്ക് സാധിക്കുന്നത്. എനിക്കറിയാം ഇതിൻ്റെ പ്രേക്ഷകരും അല്ലെങ്കിൽ ഈ സമറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് സംഭാവന ചെയ്യുന്നവരും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, അതുപോലെ തന്നെ ക്ഷേമ പെൻഷനിൽ നിന്നും സഹായിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഉള്ള നല്ലവരായ ആളുകളുടെ സഹകരണവും സഹായവും കൊണ്ടാണ് ഈ പ്രോഗ്രാം വർഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഗുഡ്നസ് TVയുടെ പേരിൽ പ്രത്യേകമായിട്ടും ഞാൻ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ പങ്കുചേരുന്നതിനുള്ള സാഹചര്യം ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനിയും നമുക്ക് ഈ ബിജു എന്ന സഹോദരനെ ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ചികിത്സ ഫലപ്രദമാകുന്നതിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനമാണല്ലോ മനുഷ്യർക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മരുന്നോ ലേപനവുമല്ല, ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യർക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നത് എന്ന്. ദൈവത്തിൻ്റെ
ശക്തമായ ഇടപെടൽ വഴിയായിട്ട് ഈ സഹോദരന് രോഗശാന്തിയും സൗഖ്യവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇനിയും ഈ സഹോദരനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് നിമ. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഈ ചികിത്സാ സഹായ നിധി തന്ന ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർക്കും പിന്നെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനും ഒരുപാട് നന്ദി പറയുന്നു.